ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യ പ്രകാരമാണ്. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി. അതാണ് ക്രിസ്തുനാഥൻ. ദൈവമായിരുന്നിട്ടും സ്വയം ശൂന്യവൽക്കരിച്ച് ഇല്ലായ്മയെ ജനിച്ചു. ഒന്നുമില്ലാത്തവനോട് സമനാകാൻ അവനിലും താഴെയായി ഒന്നുമില്ലാത്തവനായി കടന്നു വന്നു. സ്വയം പരിത്യജിക്കലിൻ്റെ വലിയ മാതൃകയാണ് ക്രിസ്തു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതി എല്ലാം നഷ്ടമായി കരുതിയ പൗലോസ് അപ്പസ്തോലനും ഇവിടെ നമുക്ക് വലിയ മാതൃകയാണ്. കൂടുതൽ വിശിഷ്ടമായതിനെ, ശ്രേഷ്ഠമായതിനെ സ്വന്തമാക്കാൻ ബാക്കി എല്ലാം ഉപേക്ഷിക്കുന്നു. അപ്പോഴാണ് നിധി കിട്ടിയവൻ്റെ സന്തോഷം നമുക്ക് അഭിവേദ്യമാവുകയുള്ളൂ. അതാണല്ലോ ദൈവത്തെ തേടി മലയിലും വനാന്തരങ്ങളിലും ഈശ്വരജ്ഞാനം ഉരുവിട്ട് ലയിക്കുന്ന സന്യാസിമാർ. ഈ തിരുവചനം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ത്യജിക്കാൻ നാം തയ്യാറാകണം. അപ്പോഴാണ് ഈ നോമ്പിൻ്റെ ചൈതന്യം നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. അതിനാൽ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.